നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി, നിങ്ങൾ എന്താ ഇവിടെ? ഇന്നലെ ഇവിടെ വന്ന വലിയ ഷോയൊക്കെ കാണിച്ചിട്ട് പോയതല്ലേ? ആ കേസൊക്കെ നമുക്ക് തീർക്കണ്ടേ? അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അല്പം ഇമോഷണലായി പോയി. അല്ല, എന്റെ പേര് കേസെടുത്തെങ്കിൽ എന്നെ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ കൊണ്ടുപോകേണ്ടത്? പോലീസിനറിയാം പ്രതി എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. പ്രതിയുടെ ഇഷ്ടത്തിനല്ല, പോലീസുകാരുടെ സൗകര്യത്തിന് തെളിവെടുപ്പ് നടത്തുന്നത്. കാർത്തിക്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേൾക്കുമ്പോ തന്നെ എനിക്കിപ്പോ പേടിയാ. മീനാക്ഷി, നീയെങ്കിലും ഒന്ന് പറയൂ. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ അർച്ചനയുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഒരു ഓർഫനേജിൽ അതിക്രമിച്ച് കയറി കുട്ടികളെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് ക്രിമിനൽ കുറ്റം. ജാമ്യം പോലും കിട്ടില്ല, അറിയാമോ? ഞാൻ മോഷ്ടിച്ചോണ്ട് പോകാനൊന്നും ശ്രമിച്ചിട്ടില്ല. കാർത്തിക് അവരോടൊന്ന് സംസാരിക്കുക. നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അതിനു മുമ്പ് ചിലർ കൂടി വരാനുണ്ട്. ഇനി ആരാ വരാനുള്ള? സച്ചേട്ടാ, നമ്മുടെ സച്ചേട്ടാ, നമ്മുടെ മോള് ഈ നിമിഷം മുതൽ ഇവൾ നമ്മുടെ മാത്രം മോളാ. ഇനി തന്റെ കയ്യിൽ നിന്ന് ഇവളെ കൊണ്ടുപോകാൻ ആരും വരില്ല. നിയമപരമായി തന്നെ നമ്മൾ ഇവളെ ദത്തെടുത്തു. ശരി എന്നാ. തനിക്കെന്താ വിശ്വാസം വരുന്നില്ലേ? തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ചോദ്യം ചെയ്യാനൊന്നും അല്ലടോ. സച്ചിക്ക് സർപ്രൈസ് ആയിട്ട് ഈ കുഞ്ഞിനെ തനിക്ക് തരണമെന്ന് പറഞ്ഞു. ഈ പാവം ഇതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ? ഈ സർപ്രൈസിന് സാക്ഷ്യം വഹിക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. താൻ ഭാഗ്യവതിയാ. ഇത്രയ്ക്ക് സ്നേഹമുള്ളൊരു ഭർത്താവിനെ ലോകത്ത് അധികം സ്ത്രീകൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലേ? അയ്യോ, ഞാൻ എന്റെ കാര്യം കൂടി ചേർത്താ പറഞ്ഞത്. അപ്പോ നേരത്തെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വന്നവരോ? അവരെവിടെ? അതോ സത്യം മനസ്സിലാക്കി അവര് ഇവളെ തന്നതാണോ? അവരെ കാണുന്നു അർച്ചനയ്ക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.